ജീവപര്യന്തം തടവുകാരെ പാർപ്പിക്കുന്ന ജയിൽ. ഓപ്ഷൻ ഡി സെൻട്രൽ ജയിൽ. കേരള സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം പണി കഴിപ്പിച്ച ആദ്യ സെൻട്രൽ ജയിൽ താവന്നൂർ. ഓപ്ഷൻ സി ആട്ടോ, താവന്നൂർ സെൻട്രൽ ജയിൽ. ജോയിന്റ് സൂപ്രണ്ടിന് സമാനമായ തസ്തിക. ഓപ്ഷൻ ബി വനിതാ ജയിൽ സൂപ്രണ്ട്. നെട്ടുകൽത്തേരി തുറന്ന ജയിൽ രൂപീകരിച്ച വർഷം 1962. കേരള സംസ്ഥാനത്തെ ഏക വനിതാ തുറന്ന ജയിൽ സ്ഥിതി ചെയ്യുന്ന ജില്ല. ഓപ്ഷൻ ഡി തിരുവനന്തപുരം. കേരള ജയിൽ വകുപ്പിലെ സംസ്ഥാന പബ്ലിക് വിവരാവകാശ ഓഫീസറിന്റെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥൻ. PA2 DGP. 2005 വിവരാവകാശ നിയമത്തിന്റെ രണ്ടാം പട്ടികയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി വിജിലൻസ്. വിവരാവകാശ നിയമപ്രകാരം സാധാരണയായുള്ള വിവരാവകാശ അപേക്ഷയ്ക്ക് മേൽ മറുപടി നൽകുന്നതിനുള്ള പരമാവധി സമയം. ഓപ്ഷൻ സി 30 ദിവസം. വിവരാവകാശ നിയമപ്രകാരം വിവരം വെളിപ്പെടുത്തുന്നതിൽ നിന്നും ഒഴിവാക്കപ്പെട്ടത്. ഓപ്ഷൻ എ വിവരം പരസ്യപ്പെടുത്തേണ്ട എന്ന കോടതി വിധിയുള്ളവ. മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും വിവരാവകാശ കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്നതിനുള്ള ശുപാർശകൾ തയ്യാറാക്കുന്ന കമ്മിറ്റിയിൽ ഉൾപ്പെടാത്തത് ആര്? ഓപ്ഷൻ എ വൈസ് പ്രസിഡന്റ്. അപ്പോൾ ഉൾപ്പെടുന്നവരോ? പ്രധാനമന്ത്രി. പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ക്യാബിനറ്റ് മന്ത്രി, ലോകസഭ പ്രതിപക്ഷ നേതാവ്. ഇവരൊക്കെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും വിവരാവകാശ കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിൽ ഉള്ള ആൾക്കാരാണ്. 1993 ദേശീയ മനുഷ്യാവകാശ നിയമപ്രകാരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷ പദവി വഹിക്കുന്നത് ആരാണ്? സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ്. 1993 ദേശീയ മനുഷ്യാവകാശ നിയമത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെക്കുറിച്ച് നിർവചിക്കുന്ന വകുപ്പ് ഏതാണ്? വകുപ്പ് 2(1)(c). ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക പ്രത്യേക റിപ്പോർട്ടുകൾ ആർക്കാണ് സമർപ്പിക്കുന്നത്? ഓപ്ഷൻ സി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഭാഷയിൽ വിവർത്തനം ചെയ്യപ്പെട്ട ഔദ്യോഗിക രേഖയാണ്. ഓപ്ഷൻ ബി അന്താരാഷ്ട്ര മനുഷ്യാവകാശ പത്രിക. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ മെമ്പറായി നിയമിക്കപ്പെടുന്ന വ്യക്തിയുടെ അധികാര കാലയളവ് 3 വർഷ കാലയളവ്. പുനർനിയമന യോഗ്യതയുണ്ട്. മനോവിശ്ലേഷണ സിദ്ധാന്ത സ്ഥാപകൻ ആര്? ഓപ്ഷൻ ബി സിഗ്മണ്ട് ഫ്രോയിഡ്. താഴെ പറയുന്നവയിൽ മാനസിക സമ്മർദ്ദത്തിന്റെ അന്തർമുഖമായ ലക്ഷണം ഏതാണ്? ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനുള്ള ബുദ്ധിമുട്ട്. താഴെ പറയുന്നവയിൽ ഉത്കണ്ഠയുടെ ശരിയായ ലക്ഷണം ഏത്? ഓപ്ഷൻ എ വർദ്ധിച്ച ഹൃദയമിടിപ്പ്. ബഹുമുഖ ബുദ്ധിസിദ്ധാന്തം ആവിഷ്കരിച്ചതാര്? ഓപ്ഷൻ സി ഹൊവാർഡ് ഗാർഡനർ. മാസ്ലോ ആവിഷ്കരിച്ച ആവശ്യങ്ങളെക്കുറിച്ചുള്ള ശ്രേണി സിദ്ധാന്തപ്രകാരം ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ആവശ്യം. ഓപ്ഷൻ ഡി ആത്മസാക്ഷാത്കാര ആവശ്യം. കേരളം രൂപീകൃതമായതിനു ശേഷം പ്രവർത്തനം ആരംഭിച്ച സെൻട്രൽ ജയിൽ ഏതാണ്? ഓപ്ഷൻ ബി താവന്നൂർ സെൻട്രൽ ജയിൽ. 2017 കേരള ജയിൽ പരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ ആരായിരുന്നു? ഓപ്ഷൻ സി അലക്സാണ്ടർ ജേക്കബ്. ബോസ്ടൺ സ്കൂളിൽ പാർപ്പിക്കുന്നതിന് ഏത് പ്രായപരിധിയിലുള്ള തടവുകാരെയാണ്? ഓപ്ഷൻ ഡി 18 to 21. തടവുകാരെ അകാല വിടുതലിന് സർക്കാരിന് മുൻപാകെ ശുപാർശ ചെയ്യുന്ന ഉപദേശക സമിതിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ സി ആണ്. സമിതിയുടെ അധ്യക്ഷൻ ജയിൽ വകുപ്പ് മേധാവിയാണ്. ജില്ലാ കളക്ടർ ഈ സമിതിയിൽ അംഗമാണ്. അനൗദ്യോഗിക അംഗങ്ങളുടെ എണ്ണം 3 ആയിരിക്കും. കേരള ജയിൽ വകുപ്പിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ സി ഏറ്റവും പഴയ ജയിൽ കോഴിക്കോട് ജില്ലയിലാണ്. 3 തുറന്ന ജയിലുകളാണുള്ളത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്ന പ്രക്രിയയിൽ പങ്കാളികൾ ആകുന്നവർ ആരൊക്കെയാണ്? ഓപ്ഷൻ എ പ്രധാനമന്ത്രി, രാഷ്ട്രപതി, കേന്ദ്ര ആഭ്യന്തര മന്ത്രി. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ.
3 മാത്രമാണ് ശരി. അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിൽ നിയമസഭാ സ്പീക്കർ അംഗമാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നതെന്നാണ്? ഓപ്ഷൻ ഡി 11 ഡിസംബർ 1998. നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? ജസ്റ്റിസ് വി. സുബ്രഹ്മണ്യൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ ബി 1 മാത്രമാണ് തെറ്റ്. വിരമിച്ച സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിന് മാത്രമേ കമ്മീഷൻ അധ്യക്ഷനാകാൻ കഴിയുകയുള്ളൂ. ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. കമ്മിറ്റിയിൽ 5 ഡിവിഷനുകളാണുള്ളത്. പി. രാജീവ് ജെയിൻ നിലവിലെ കമ്മീഷനിൽ അംഗമാണ്. വിവരാവകാശ നിയമം 2025 നിലവിൽ വന്നപ്പോൾ റദ്ദാക്കപ്പെട്ട നിയമം ഏതാണ്? ഓപ്ഷൻ ബി ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002. കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ നിയമനവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏവ? ഓപ്ഷൻ സി അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഈ കമ്മിറ്റിയുടെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്. ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് ഇതിൽ അംഗമാണ്.